പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളെ ഇന്നലത്തോടു കൂടി സുധാകരൻ്റെ പ്രശ്നം അവസാനിച്ചെന്നല്ല, കോൺഗ്രസ്സിലെ സുധാകരനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പുള്ളി തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വരുന്നത്, ഞാൻ തന്നെ സുധാകരനെയും അടൂർ പ്രകാശിനെയും ഒക്കെ വളരെ മോശമല്ല, അവരിങ്ങനെ കാണിച്ചിട്ടായിരുന്നു, നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ചാനലുകാർ പറയുന്നതും ഈ യൂട്യൂബുകാർ പറയുന്നതൊക്കെ കേട്ടാണ് നമുക്ക് ഈ അറിവുകൾ ലഭിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ മെയിൻ കാര്യം, സുധാകരൻ ഇന്നലെ ഒക്കെ പറഞ്ഞിരിക്കുന്ന സുധാകരൻ മത്സരിക്കാൻ പോകുന്നു, സുധാകരൻ്റെ മുമ്പിൽ അവർ മുട്ടുമടക്കുന്നില്ല, സുധാകരൻ മത്സരിക്കാൻ പോകുന്നു, മറ്റുള്ള 29 നിയമസഭാ സീറ്റുകളിലേക്കൂടെ സുധാകരൻ്റെ അനുയായികൾ മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഇത് മിനിറ്റുകൾക്കകം ഈ വാർത്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പോർട്ടർ ചാനലുകാർ ബ്രേക്കിംഗ് ന്യൂസ്, ഞങ്ങളാണ് ആദ്യമായിട്ട് ഇത് കാണിക്കുന്നത്, സുധാകരനെ മത്സരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ആ റിപ്പോർട്ടറുടെ നേബിളോ ഫോട്ടോ വെച്ചിട്ട് ഒരു ന്യൂസ്. അപ്പോൾ ഇവർക്ക് നാണമില്ലേ? ഈ മൊട്ടയരുണൊക്കെ ഇവരൊക്കെ ഭയങ്കര വാക്ചാതുര്യം, ഈ ഇല്ലാത്ത കഥകൾ കൊടുക്കാനാണ് നിങ്ങളിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മരമട്ടി ചാനലുകാർ ഈ കള്ളം പറയാനും എവിടെ ഗർഭം ഇല്ലാത്തടത്ത് ഗർഭം ഉണ്ടാക്കാനും ഇരിക്കുന്ന ചാനലുകാരാണ്. അപ്പോൾ ഇവർക്കൊക്കെ നാണമില്ലേ? പക്ഷേങ്കിൽ ഈ വാർത്തകളിലൊക്കെ വീണുപോയ കുറച്ച് യൂട്യൂബ് ചാനലുകാരുണ്ട് നമ്മൾ വിശ്വസിച്ചവർ. ഉദാഹരണത്തിന് നമ്മുടെ ജയശങ്കർ, സോജിമോന്, അങ്ങനെയൊക്കെയുള്ള യൂട്യൂബ് ചാനലുകാരും ഈ പറഞ്ഞ പോലൊക്കെയുള്ള ചില ഇതുണ്ട്. സുധാകരൻ്റെ മുമ്പിൽ ഹൈക്കമാൻഡിന് മുട്ടുമടക്കി എന്നൊക്കെ പറഞ്ഞ് ജയശങ്കറും സോജിമോനും വീഡിയോ ഇട്ടു. അപ്പോൾ സമാനമായിട്ടുള്ളവരുടെ അവർ പറഞ്ഞത് ഇതുപോലെ അല്ലെങ്കിലും അവരുടെ ആശയം ഇത് തന്നെ, ഇങ്ങനെ വീഡിയോ ഇട്ടു. അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ ചാനലുകാർ പറയുന്നത് കേട്ടിട്ട് ഈ സോജിമോനെയും ജയശങ്കറിനെയും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്ന ഇല്ലാത്ത കാര്യം ആവേശത്തോടു കൂടി പറയേണ്ട കാര്യം ഒന്ന് വെയിറ്റ് ചെയ്യും. ഒരു ദിവസം ഹൈക്കമാൻഡ് പറയുന്നതൊക്കെ കേട്ടിട്ട് എന്ത് സംഭവിക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടാൽ പോരെ. അപ്പോൾ അങ്ങനെ വീഡിയോകൾ ഇങ്ങനെ നടന്നുപോയി, സംഭവങ്ങൾ കഴിഞ്ഞു. ഇപ്പം ഇനി പുതിയ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സുധാകരനെ മത്സരിപ്പിക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ കഥകളും സുധാകരനെ പിന്മാറ്റിയ കഥകളും ഒക്കെ ആയിട്ട് ഏതായാലും അത്യന്തം ഉത്സാഹജനകമായിട്ടുള്ളൊരു രാത്രി കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് സുധാകരൻ പ്രചരണത്തിനൊക്കെ ഇറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ട്. ഈ ചാനലുകാരുടെ കള്ളത്തരമാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളിവരെ വിശ്വസിക്കരുത് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.